ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേലിലുണ്ടായ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് ഹനിയ. ഇസ്രായേലാണ് ഹനിയെ വധിച്ചതെന്ന് ഹമാസും ഇറാനും പറയുന്നു. പക്ഷേ ഇസ്രായേൽ മൗനത്തിലാണ്. ഇറാൻ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അതിഥിയായി എത്തിയതാണ് ഹനിയ. ഇറാനിൽ വച്ച് തന്നെ ഹനിയെ വധിച്ചത് ഇറാന് നാണക്കേടുണ്ടാക്കി. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനാണ് ഇറാൻ പരമോന്നത നേതാവിൻ്റെ കൽപ്പന. ഇറാൻ തിരിച്ചടിക്കുമെന്ന് ഉറപ്പാണെങ്കിലും അത് തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇറാനെ സഹായിക്കാൻ റഷ്യ ഇടപെട്ടേക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ സാഹചര്യം കൂടുതൽ വഷളാകും. ഇസ്രായേലിനെതിരെ ആയുധമെടുത്ത ഓരോരുത്തരും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നത് തുടരുകയാണ്. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന് പിന്നാലെ ഇസ്മയിൽ ഹനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്മയിൽ ഹനിയെ വധിച്ചത് തങ്ങളാണെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല. ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് ഇത്തരം രഹസ്യ നീക്കങ്ങൾ നടത്തുന്നത്. ലബനനിലെ ഹിസ്ബുള്ള കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ വധിച്ച് 24 മണിക്കൂറിനുള്ളിലാണ് ഹനിയ കൊല്ലപ്പെട്ട വിവരം ലോകമറിയുന്നത്. ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതാണ് ഹനിയ. തലസ്ഥാനമായ ടെഹ്റാനിലെ കെട്ടിടത്തിൽ ബോംബ് പൊട്ടിയാണ് മരണം. പലസ്തീൻ സായുധ സംഘടനയായ ഇസ്ലാമിക് ജിഹാദ് നേതാവ് സിയാദ് അൽ നഖല ഈ കെട്ടിടത്തിലുണ്ടായിരുന്നു. പക്ഷേ അവർക്കാർക്കും പരിക്കില്ല. ഹനിയയെ ലക്ഷ്യമിട്ട് നടത്തിയ ആസൂത്രിതമായ ആക്രമണമാണ് നടന്നത്. ഇസ്മയിൽ ഹനിയ ഇറാനിലെത്തുമ്പോൾ ഇവിടെയാണ് താമസിക്കാറ്. ഹനിയയുടെ ഇറാൻ സന്ദർശനം മുൻകൂട്ടി കണ്ട് 2 മാസം മുൻപേ കെട്ടിടത്തിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയത്. 2020 ഇറാന്റെ ആണവശാസ്ത്രജ്ഞൻ മൊഹസിൻ ഫക്രിസാദയെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മെഷീൻ ഗൺ ഉപയോഗിച്ച് അജ്ഞാത സംഘം വധിച്ചിരുന്നു. ഈ സംഭവവും മൊസാദിന് നേരെയാണ് വിരൽ ചൂണ്ടിയത്. ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് തന്നെ അവരുടെ അതിഥിയെ വധിച്ചത് ഇറാന് നാണക്കേടുണ്ടാക്കി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ നിയന്ത്രണത്തിലുള്ള കെട്ടിടത്തിൽ ബോംബ് സ്ഥാപിച്ചത് ഭരണകൂടത്തെ ഞെട്ടിച്ചു. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാനാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉത്തരവ്. നിയന്ത്രിതമായ ആക്രമണത്തിനപ്പുറം ഒരു തുറന്ന യുദ്ധം ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാനും ഇസ്രായേലും യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലിനൊപ്പം ചേരും. സൗദി അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ മൗനം പാലിക്കും. മേഖലയിൽ ഇറാൻ ഒറ്റപ്പെടുകയും ചെയ്യും. പക്ഷേ റഷ്യ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചതായാണ് വിവരം. ഇറാൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി യുദ്ധവിമാനങ്ങളുടെയും ആധുനിക ആയുധങ്ങളുടെയും കുറവാണ്. 40 വർഷം മുൻപ് വാങ്ങിയ 3ാം തലമുറ യുദ്ധവിമാനങ്ങളാണ് ഇറാന്റെ കൈവശമുള്ളത്. മറുവശത്ത് അമേരിക്കൻ നിർമ്മിത 5ാം തലമുറ യുദ്ധവിമാനങ്ങളാണ് ഇസ്രായേൽ വ്യോമസേനയുടെ കരുത്ത്. അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധങ്ങൾ കാരണം ഇറാന്റെ സമ്പദ്ഘടനയും പ്രതിസന്ധി നേരിടുന്നു. ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഇതിനു മുൻപും അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ വധിച്ചിട്ട് പോലും പേരിനൊരു പ്രത്യാക്രമണം നടത്തി ഇറാൻ മുഖം രക്ഷിച്ചത്. റഷ്യയുടെ സൈനിക സഹായം ഉറപ്പാക്കാനായ സാഹചര്യം മാറിമറിയും. പക്ഷേ യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതിനാൽ പുതിയൊരു പോർമുഖം തുറക്കാനുള്ള സാഹചര്യം കുറവാണ്. ഇസ്രായേൽ അതിർത്തിയിൽ ഹമാസുമായി ചേർന്ന് ഹിസ്ബുള്ള ആക്രമണം നടത്തിയതാണ് ഹിസ്ബുള്ള കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ വധിക്കാൻ കാരണം. ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരിയാണ് ഫൗദ് ഷുക്കൂറിനെ വധിച്ച കാര്യം പുറത്തുവിട്ടത്. He was a senior terrorist who has the blood of the Israelis and many others on his hands. One day after Hamas massacre on October 7th, Hezbollah joined Hamas in attacking Israelis. Since then, Hezbollah has fired thousands of rockets, missiles and UAVs at Israel over the last 9.5 months, killing Israeli civilians and soldiers. ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിന് പ്രതികാരമായി ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. ഇവയിൽ ഭൂരിഭാഗവും ഇസ്രായേൽ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തു. ലബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്താൻ സാധ്യതയുള്ളതിനാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ യാത്രാ നിരോധനം ഏർപ്പെടുത്തി. സംഘർഷ സാധ്യത വർദ്ധിച്ചതോടെ ഇസ്രായേലിന് സുരക്ഷയൊരുക്കാൻ
അമേരിക്ക വിമാനവാഹിനി കപ്പലിനെ മെഡിറ്ററേനിയൻ കടലിൽ വിന്യസിച്ചു. ആയിരത്തി 1962 ഗാസ സിറ്റിക്ക് സമീപത്തെ അൽഷാട്ടിയിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ഹനിയയുടെ ജനനം. 1948 യുദ്ധത്തിൽ അഭയാർത്ഥികളായവരായിരുന്നു ഹനിയയുടെ മാതാപിതാക്കൾ. 1981 ഗാസയിലെ ഇസ്ലാമിക് സർവകലാശാലയിൽ അറബിക് സാഹിത്യം പഠിച്ചുകൊണ്ടിരിക്കെ ഇസ്ലാമിക് വിദ്യാർത്ഥി സംഘടനയിൽ അംഗമായി. ഹമാസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഹനിയ. രാജ്യാന്തര രംഗത്ത് ഹമാസിൻ്റെ മുഖമായിരുന്നു ഹനിയ. 2006 ഗാസയിൽ ഹമാസ് അധികാരത്തിലെത്തിയപ്പോൾ ഹനിയ പ്രധാനമന്ത്രിയായി. 2017 ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവിയായി ഇസ്മയിൽ ഹനിയയെ തെരഞ്ഞെടുത്തത്. ഇറാൻ, തുർക്കി, ഖത്തർ രാജ്യങ്ങളുമായി ഹനിയയ്ക്ക് അടുത്ത ബന്ധമുണ്ട്. ഖത്തർ കേന്ദ്രീകരിച്ചാണ് ഹമാസിൻ്റെ പ്രവർത്തനങ്ങളെ ഇസ്മയിൽ ഹനിയ ഏകോപിപ്പിച്ചിരുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന ചർച്ചയിൽ ഹമാസ് സംഘത്തെ നയിച്ചിരുന്ന ഹനിയയാണ് 40,000 പേരുടെ ജീവനെടുത്ത യുദ്ധത്തിൻ്റെ സൂത്രധാരനും.